ആൾ വരും കൂടും. അടിപൊളി. നല്ല ആളാണ്. സൂപ്പർ മൂവി, സൂപ്പർ അടിപൊളി ഉണ്ട്, ഒരു രക്ഷയില്ല. എൻ്റെ കഥയൊക്കെ അടിപൊളിയുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിനയം സൂപ്പർ അടിപൊളി. നല്ല അഭിനയം, അടിപൊളിയായിട്ട് നല്ല പ്രൊഡക്ഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലവും ഒക്കെ ആ പഴയകാലത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടൊക്കെ എല്ലാം ചിത്രീകരിച്ചു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു സിനിമ നമ്മുടെ മുന്നിലുണ്ട്. അടിപൊളി സിനിമ, ശ്രീകാരൻ നായകനായിട്ടുള്ള സിനിമ അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. തിരിച്ചുപോയൊരു ഓർമ്മ, വളരെ നല്ല മനസ്സ് തട്ടുന്ന ഒരു സിനിമ. നല്ലൊരു മൂവിയാണ്. ബിഷപ്പിൻ്റെ പ്രണയകാവ്യമാണ്. സിനിമയ്ക്ക് അതിൻ്റെ ഒരു കച്ചവട മൂല്യം എന്നുള്ളൊരു വശമുണ്ട്. എന്നിരുന്നാലും അതൊരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് ഒരു മുഖം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മുടെ സിനിമാ പ്രവർത്തകർ ഒരു പക്ഷേ മറന്നു പോയിട്ടുണ്ട്, പ്രേക്ഷകരും മറന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു കൂട്ടം ആളുകളുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള നിലയ്ക്ക് വളരെ നല്ലൊരു സിനിമയാണ്. അഭിനന്ദനങ്ങൾ ഈ സിനിമയുടെ സംവിധായകന്, ഈ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറായ നിർമ്മാതാക്കൾക്ക്, അഭിനേതാക്കൾക്ക് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അതേപോലെ തന്നെ ആ ഒരു ലൊക്കേഷൻ, പിന്നെ മുള്ളശ്ശേരിക്കാരനായ ഒരു നായകൻ എന്ന് വളർന്നു വരട്ടെ. എന്തായാലും വ്യക്തികളും വളരെ നന്നായിട്ടുണ്ട്. ചേക്കു ആണ് എടുത്തു പറയാനുള്ള കഥാപാത്രം. പിന്നെ അതിൻ്റെ കൂടെ നിന്ന എല്ലാ ആളുകളും, പിന്നെ അതിന് പൈസ ഇറക്കാൻ തയ്യാറായിട്ടുള്ള നിർമ്മാതാവ്, സംവിധായകൻ, എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് എടുത്ത് നന്ദി പറയുകയാണ്. പാട്ടുകളൊക്കെ എടുത്ത് പറയാൻ അത്രയും നല്ല അഭിപ്രായമാണ്. ആ തുടക്കത്തിലുള്ള മ്യൂസിക്, ആ എന്താ ഇതിന് പറയുക, സാധനം കൊട്ടുന്നതിന് ഡ്രംസ് പോലെ, അത് നല്ല നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ പാട്ട്, പിന്നെ ചേക്കും ആ കുട്ടിയും കൂടിയുള്ള പാട്ട്, എല്ലാ ഗാനങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ലൊക്കേഷൻ, പിന്നെ എല്ലാം എടുത്തു പറയാം. നമ്മൾ ആ ചരിത്രത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വളരെ നന്നായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള മറ്റുള്ള മൂവീസൊക്കെ അല്ലേ ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ തലമുറ. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഏറനാട്, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വള്ളുവനാടൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മൾ. ശരിക്കും നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല. അതെനിക്കൊന്ന് നമ്മളെ കുറച്ച് സമയം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.